ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിങ്ങനെ ചെറുതായിട്ട് നടക്കാൻ വേണ്ടി പോകാം കേട്ടോ. അബ്ബാസിയ കുവൈത്തിൽ നിന്നാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ഒരു സമയമായിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നല്ല തണുപ്പ് കാലമാണ്, നല്ല തണുത്ത കാറ്റാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഞാൻ ജോലി ചെയ്യുന്ന വീട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഓൾറെഡി വീട്ടിൽ 4 വാഹനങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ 2 വാഹനം ബാക്ക് വശത്തുണ്ട്. ടോട്ടലായിട്ട് 6 വണ്ടികളാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. 2 സൈഡിലും വീടുകൾ, കാര്യങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റിച്ചായിട്ടുള്ള ഒരു ലെവലിലുള്ളൊരു വിഭാഗക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് റിഹാബ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിങ്ങനെ അബ്ബാസിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അബ്ബാസിയിലേക്ക് ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമുക്ക് ഇവിടെ നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ ഒരു ടാക്സി വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗേഡി അല്ലെങ്കിൽ ഒരു 1.5 ഗേഡിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയും. ഏറെക്കുറെ കുവൈത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം. അപ്പോൾ ഏകദേശം വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓപ്പോട്ട് ദവാറ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവം. ഇവിടെ നമ്മൾ ഇനി റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മിണ്ടും പറഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ നേരെ ഇതാ ഒരു സിഗ്നൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നലിൽ ഇപ്പോൾ ഓൾറെഡി റെഡ് ലൈറ്റ് കത്തിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതിന് നേരെ നേരെയാണ് നമുക്ക് വെച്ച് പിടിക്കാൻ. അതിമനോഹരമായിട്ടുള്ള നല്ല ഒരുപാട് വീടുകൾ ഒക്കെയുള്ള നല്ലൊരു ഏരിയയാണ്, നല്ലൊരു പ്രദേശമാണിത്. കുവൈത്ത് എന്ന് പറയുമ്പോൾ ചെറിയ രാജ്യമാണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഭവം തന്നെയാണിത്. 4 വശത്തേക്ക് റോഡുകൾ, പാർക്കിങ്, കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ സീബ്ര ലൈന് ക്രോസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ പോയതിന് ശേഷം നമുക്ക് എന്താവുള്ളൂ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കേരളത്തിലെ മാറ്റ റോഡൊന്നല്ല കേട്ടോ, അതിമനോഹരമായ എന്താ പറയുക, അത്രയ്ക്ക് അടിപൊളി സെറ്റ് റോഡുകൾ, കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ റോഡ് ഏതായാലും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് സിഗ്നലൊക്കെ റെഡ് വീണ കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് 4 ഭാഗം ഇത് മുറിച്ച് കടക്കാൻ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്.